ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്ത് മഞ്ജു വാര്യറും റീമ കല്ലിങ്ങലും ലീഡ് റോൾസിൽ എത്തുന്ന ഫിലിമാണ് റാണി പത്മിനി. ശ്യാം പുഷ്കറിനും രവിശങ്കറും ചേർന്നാണ് ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത്. റാണി പത്മിനി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഫോർട്ട് എന്റർടൈൻമെന്റ്സ് ആണ്. റാണി പത്മിനിയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന രണ്ട് സ്ത്രീകൾ, ഇവരൊരുമിച്ചുള്ളൊരു ട്രാവൽ മൂവിയാണ് ഇത്. ഇവർ രണ്ടുപേരുടെയും ജീവിതം എങ്ങനെയാണ്, അവരുടെ സൗഹൃദം എങ്ങനെയാണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് സിനിമയുടെ കണ്ടന്റ്. വളരെ ടോം ബോയ്ഷ് ആയിട്ടുള്ള ഒരു യങ് വുമൻ, അതാണ് റാണി. റാണിയായി എത്തുന്നത് റിമ കല്ലിങ്കലാണ്. അതുപോലെ ഒരു സിമ്പിൾ മാരീഡ് വുമൻ ആണ് പത്മിനിയായി എത്തുന്നത് മഞ്ജു വാര്യറും. ഒരു പറ്റം ഫൂളിഷ് ആയിട്ടുള്ള ഗുണ്ടകളുടെ ഇടയിൽ നിന്ന് ഓടിപ്പോരുകയാണ് റാണി. അതേസമയം പത്മിനി കാർ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയ തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചു പോകുന്നു. ഭർത്താവായി എത്തുന്നത് ജിനു ജോസഫാണ്. അങ്ങനെ രണ്ടുപേരുടെയും ഈ യാത്രക്കിടയിലാണ് ഇവർ തമ്മിൽ കാണുന്നത്. ഗ്രാജുവലി ഇവർ തമ്മിലൊരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവുന്നു. ഇവരുടെ സൗഹൃദവും യാത്രയും ഒക്കെ ചേർന്നതാണ് റാണി പത്മിനി എന്ന് പറയുന്ന സിനിമ. മഞ്ജു വാര്യറും റിമ കല്ലിങ്ങലും ലിറ്ററലി നന്നായിട്ട് തന്നെയാണ് ഈ ഫിലിം ചെയ്തിരിക്കുന്നത്. മഞ്ജു വാര്യർ യൂഷ്വൽ ബെസ്റ്റ് ആയിട്ട് തന്നെയാണ് ഫിലിമിൽ. അതുപോലെ തന്നെ റിമയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ ഫിലിമിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷേ എക്സ്ട്രോ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് ഒന്നും തന്നെ ഇല്ല എന്നും വേണം നമുക്ക് പറയാനായിട്ട്. എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ജിനു ജോസഫിൻ്റെയും സജിത മഠത്തിലിൻ്റെയും ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ഇവർ രണ്ടുപേരും വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസുമായിട്ടാണ് ഈ ഫിലിമിൽ എത്തിയിരിക്കുന്നത്. ശ്രീനാഥ് ബാസി, സന അൽതാഫ്, സൗബിൻ ഷാഹിർ, പ്രവീൺ ജെയിൻ, ഹരീഷ് ഖന്ന, കുഞ്ചൻ, അംബിക മോഹൻ എന്നിവരൊക്കെയാണ് മറ്റ് കാസ്റ്റിലെത്തുന്നത്. ഗ്യാങ്സ്റ്ററിന് ശേഷം ആഷിഖ് കപൂറിന്റെ ഒരു കംബാക്ക് തന്നെയാണ് റാണി പത്മിനി. വളരെ ഭംഗിയായിട്ട് തന്നെ ഇത് നെറേറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തീം അത്രയും പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് ചെറിയ പാളിച്ചകൾ ഫിലിമിൽ വന്നിട്ടുണ്ട്. ശ്യാം പുഷ്കറിൻ്റെയും രവിശങ്കറിൻ്റെയും സ്റ്റോറി ലൈൻ അത്ര സ്ട്രോങ് ആണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. എന്നിരുന്നാലും ഷാർപ്പ് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഡയലോഗ്സ് എല്ലാം കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സിമ്പിൾ മൂവിയാണ് റാണി പത്മിനി. മധു നീലകണ്ഠൻ്റെ സിനിമാറ്റോഗ്രഫി വളരെ ഭംഗിയായിട്ട് തന്നെ ഫിലിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസ് ഒക്കെയാണ് ഈ ഫിലിമിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ സൈജു ശ്രീധറിൻ്റെ എഡിറ്റിങ്ങും അപ് ടു ദ മാർക്കാണ്. സമീറ സനീഷിൻ്റെ കോസ്റ്റ്യൂമും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ ഡാൻ ജോസിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും വളരെ നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. ഇതിലെ പാട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ബിജിബാലാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സുഷിനാണ്. പാട്ടുകൾ കുഴപ്പമില്ല എന്ന് വേണം പറയാനായിട്ട്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ ഫിലിമിന് യോജിച്ചു പോകുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അധികം എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കാതെ പോയി കാണാവുന്ന ഒരു സിമ്പിൾ മൂവിയാണ് റാണി പത്മിനി. Mammootty sir and Mohanlal sir I haven't worked because I haven't